1985 മുന്നറിയിപ്പ്. വയനാടിന്റെ സർവ്വസൗന്ദര്യവും ആവാഹിച്ച ഇടങ്ങളാണ് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല, ഭൂമിക. കണ്ണിൽ നിറഞ്ഞു കയറുന്ന പച്ചപ്പും വിസ്മയിപ്പിക്കുന്ന കോടമഞ്ഞും സൂചിപ്പാറ വെള്ളച്ചാട്ടവുമൊക്കെ ചേർന്ന് രൂപാന്തരപ്പെടുത്തിയ ഇടം. പ്രദേശത്തിന്റെ ഈ സൗന്ദര്യ സാധ്യതയാണ് ചൂരൽമലയെ സജീവ ജനവാസ വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റിയത്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ചൂരൽമല ചെറുപട്ടണമായി വളർന്നു. ഒരു 4 പതിറ്റാണ്ട് പിന്നിലേക്ക് പോയാൽ ആദിവാസി ജനവിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും അവരുടെ ലയങ്ങളും മാറ്റി നിർത്തിയാൽ 10-20 കുടുംബങ്ങൾ മാത്രം തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടം. എന്തുകൊണ്ടെന്നാൽ തദ്ദേശീയരായ വയനാട്ടുകാർക്ക് ആ ടെറൈനിന്റെ ഭൂമിശാസ്ത്രം അറിയാമെന്നത് തന്നെ. മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും അട്ടമലയുടെയുമൊക്കെ ഉരുൾപൊട്ടൽ ചരിത്രത്തിന് വയനാടിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. അക്കാലത്ത് തദ്ദേശീയരായ വയനാട്ടുകാർ ആ പ്രദേശത്ത് പണം നൽകി ഭൂമി വാങ്ങില്ലായിരുന്നു അത്രേ. വലിയ തോതിൽ ജനസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ അപകടങ്ങൾ വലിയ വിനാശം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ സമീപകാലങ്ങളിലായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന്റെ ഗ്രാഫ് പരിശോധിച്ചാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നത് കാണാം. 1984 ജൂലൈ 1 ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. 14 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 11 ആദിവാസികളും 3 തോട്ടം തൊഴിലാളികളും മരിച്ചു. 1992 45 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ കാപ്പിക്കളത്ത് ഉണ്ടായ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ 11 പേർ മരിച്ചു. 2018 35 കിലോമീറ്റർ അകലെ കുറിച്യർ മലയിൽ വലിയ ദുരന്തം ഉണ്ടായെങ്കിലും ജനവാസ പ്രദേശം അല്ലാത്തതിനാൽ ആളപായം ഉണ്ടായില്ല. 2019 ഓഗസ്റ്റിൽ 15 കിലോമീറ്റർ അകലെ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 17 പേർ മരിച്ചു. 5 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പുത്തുമലയുടെ മറുകുന്നായ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉരുൾപൊട്ടി 57 പേർ മരിക്കുകയും 11 പേരെ കാണാതാവുകയും ചെയ്തത് ദുരന്തത്തിന്റെ തുടർച്ച. 2024 ജൂലൈ 30 പകൽ ഉണരുന്നതിനു മുമ്പേ ചൂരൽമല ഗ്രാമവും ചെറുപട്ടണവും മുണ്ടക്കൈയും അട്ടമലയുമൊക്കെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇരച്ചെത്തിയ പ്രളയജലവും മണ്ണും ചെളിയും കല്ലും പാറക്കഷ്ണങ്ങളും വനഭാഗങ്ങളും ആ നാടിനെയും അവിടുത്തെ മനുഷ്യരെയും അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു. നഷ്ടങ്ങൾക്കൊന്നും പകരമാവില്ല. പക്ഷേ ബാക്കിയായവരെ ചേർത്തു പിടിച്ച് നമ്മൾ ഇതും അതിജീവിക്കും, ഒന്നിച്ച് അതിജീവിക്കും.